ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ നല്ല റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ മഞ്ചിഷ്ട ക്രീം ഇപ്പോൾ ഒരുപാട് പേര് വാട്സപ്പ് ത്രൂ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ മഞ്ചിഷ്ട ക്രീം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും ചെറിയ പാക്കേജ് എന്ന് പറയുന്നത് കേട്ടോ. സൂം ആവുന്നില്ലേ, ബോട്ടിലിട്ടാണ് കുത്തുന്നത്, സ്ക്രീനിലിട്ട് കുത്തണം. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇതിൻ്റെ വില 350 രൂപയാണ്. കേരളത്തിലാണ് 350 രൂപ, 350 കേരളത്തിലാണ് കേട്ടോ. കേരളത്തിന് വെളിയിലുള്ളവർക്ക് ഇതിൻ്റെ 350യുടെ കൂടെ കൊറിയർ ചാർജ് കൂടെ അടച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് കൈപ്പറ്റാം. ഈ സെയിം പാക്കേജാണേ. ഇനി വന്നിട്ട് 1 കിലോയുടെ വിലയാണോ 350 എന്ന് ചോദിക്കരുത്. ഒരുപാട് പേരില്ല, ഒരു 8-10 പേര് പറയുമ്പോൾ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നതാണ്. 8-10 പേര് വന്നിട്ട് 1 കിലോ 350 രൂപയ്ക്ക് വേണമെന്ന്. ഞാൻ എവിടെയാണ് ഈ പാക്കേജാണ് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചിരിക്കുന്നത്, ഇതാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് 1 കിലോയുടെ വില 350 രൂപ എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാര്യം ഞാൻ വിലയെ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ. കാര്യം ഓഫർ ഇല്ലാത്തതുകൊണ്ടാണ് വില പറയാത്തത്. അപ്പോൾ ഇപ്പോൾ കുറേ പേർക്ക് അങ്ങനെ കൺഫ്യൂഷൻ വന്നതുകൊണ്ട് ഞാൻ എടുത്ത് പറയുകയാണ്. ഈ കാണിച്ചിരിക്കുന്ന സെയിം പാക്കേജാണ് 350 രൂപ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ കാണിച്ച വലിയ 1 കിലോയുടെ ബോട്ടിൽ അതിപ്പോൾ എടുക്കണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടോ നോക്കണം. ഇത്രയും പോകുന്ന 1 കിലോയുടെ ബോട്ടിൽ ഞാൻ നിങ്ങൾക്ക് തരണമെങ്കിൽ 1 സെക്കൻഡ് ഇതല്ല 350 രൂപയ്ക്ക് കിട്ടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് 1 കിലോ ആണ്. മഞ്ചിഷ്ട ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ചിഷ്ടയുടെ എക്സ്ട്രാക്റ്റും പേളും പീച്ചും എല്ലാം ചേർന്നിട്ട് ഹൈലി എക്സ്പെൻസീവായിട്ട് തയ്യാറാക്കുന്ന ഒരു ഫേസ് ക്രീമാണ്. റിസൾട്ട് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ മാത്രം തയ്യാറാക്കുന്ന പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ അതിനൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് വന്നിട്ടില്ല, ഒരാൾ പോലും കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഈ പ്രോഡക്റ്റ് നിങ്ങൾ എന്തുകൊണ്ടാണ് 1 കിലോ 350 രൂപയ്ക്ക് എന്ന് വിചാരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പേളിൻ്റെ വില നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒറിജിനൽ പേള് കേട്ടോ, ഒറിജിനൽ മഞ്ചിഷ്ടയുടെ എക്സ്ട്രാക്റ്റും പേളും പീച്ചും എല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന. പിന്നെ ഒരു ആൻറ്റി ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് മഞ്ചിഷ്ട ക്രീം ചുമന്നിരിക്കാത്തത് എന്ന്. എക്സ്ട്രാക്റ്റാണ് ചേർക്കുന്നത്. ഞാൻ നിങ്ങളോട് ഇതിന് മുന്നേയും ഈ 3-4 വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൊടിയിട്ട് റെഡിയാക്കി, അരിച്ച് റെഡിയാക്കി, പിന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് കുറുക്കി എടുത്തിട്ട് എങ്ങനെ ചെയ്തിട്ട് റെഡി ആവാത്തതുകൊണ്ട് അവസാനം നമ്മൾ എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത്. എന്തൊക്കെ ചോദ്യങ്ങളാണല്ലേ. പിന്നെ ഒരാൾ പറഞ്ഞതാണ് വില കൂടുതലാണെന്ന്. അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കിക്കോളൂ എന്ന് മാത്രമേ പറയൂ. നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കിക്കോളൂ, നോ പ്രോബ്ലം, എനിക്കൊരു വിഷയമില്ല കേട്ടോ. പക്ഷെ നമ്മളെ വന്ന് ഇൻസൾട്ട് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ഒരാളുടെ എഫേർട്ടിനെ, ഒരാളുടെ ഹാർഡ് വർക്കിനെ ഒന്നും ഇൻസൾട്ട് ചെയ്യാണ്ടിരിക്കുക. അത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൂ. നിങ്ങൾക്ക് വില കൂടുതലാണെങ്കിൽ അഫോർഡബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി, ഇൻസൾട്ട് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇതല്ല 350 രൂപയ്ക്ക് തരുന്നത്. ഇതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ലേബലോടെ ഇതാണ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി കണ്ട് മാത്രം വാങ്ങിക്കുക കേട്ടോ. ഇവിടെ വന്നിട്ട് പിന്നീട് പ്രിയ ഈ ബോട്ടിലെടുത്ത് കാണിച്ചിട്ട് 350 പറഞ്ഞു എന്നൊന്നും പറഞ്ഞു കളയരുത്. ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ ഊഹിച്ച് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ 2 വർഷം മുന്നേ ഉള്ള ഓഫറൊക്കെ ഇപ്പോൾ ചോദിക്കുന്നവരുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ഇട്ട ഓഫർ ഇപ്പോൾ ചോദിക്കുന്നവരുണ്ട്. നിലവിൽ നമുക്ക് ഒരു ഓഫറും റണ്ണിങ് അല്ല. നമ്മുടെ ഇതേ അളവിലുള്ള ഗ്ലൂട്ടാ ക്രീമിനും, അതായത് ഗ്ലൂട്ടാത്തയോൺ ഫേസ് ആൻഡ് ഫുൾ ബോഡി വൈറ്റനിങ് ക്രീമിനും 350 രൂപയാണ്. ഇതേ അളവിലുള്ള നമ്മുടെ മഞ്ചിഷ്ട ആൻറ്റി ഏജിങ് ഫേസ് പാക്ക്, ഇത് ഫേസ് പാക്കാണ്, പ്രത്യേകം ഓർക്കണം, ഇതിനും 350 രൂപയാണ്. ഓക്കെ, ഇതിൻ്റെ മുകളിലോട്ട് നിങ്ങൾക്ക് എത്ര അളവിലും വാങ്ങിക്കാം. ഏറ്റവും കുറഞ്ഞത് ഈ അളവാണ്, സ്റ്റാർട്ടിങ് 350 റുപ്പീസാണ്. ഓക്കെ, പിന്നെ ഒരുപാട് ആളുകൾ ബഹളം വെച്ച് ബുക്ക് ചെയ്യുന്നുണ്ട്. തിരക്ക് പിടിക്കേണ്ട, എല്ലാവർക്കും കിട്ടും കേട്ടോ. ഒട്ടും ബഹളം വേണ്ട, എല്ലാവർക്കും കിട്ടും. പിന്നെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക്, അല്ലാത്തവർക്ക് കിട്ടത്തില്ല, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും കിട്ടും. ഒരു കാര്യം കൂടെ ഞാൻ ഇതിനൊപ്പം പറയണം, ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ ഒരു കാര്യം കൂടെ ഇതിനോടൊപ്പം പറയുകയാണ്. വെബ്സൈറ്റിൽ ആരും ബുക്ക് ചെയ്യേണ്ട. വെബ്സൈറ്റിൽ എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. കാര്യം ഈ മാസം പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള അത്രയും പേർക്ക് ആ പേയ്മെൻറ്റ് റീഫണ്ട് പോയി, ഓട്ടോമാറ്റിക്കലി പോയതാണ്, നമ്മളൊന്നും ചെയ്തതല്ല. പേയ്മെൻറ്റ് ചെയ്ത് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും തന്നെ അവരുടെ അക്കൗണ്ടിലോട്ട് ആ എമൗണ്ട് റീഫണ്ടായി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാസത്തെ ഓർഡർ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്തവർക്കൊന്നും നമ്മൾ അയച്ചിട്ടില്ല. കുറച്ച് പേർക്ക് നമ്മൾ അയച്ചു പോയി, അവരെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ എമൗണ്ട് റീഫണ്ടും പോയി, അവർക്ക് പ്രോഡക്റ്റും പോയി. അപ്പോൾ നമ്മുടെ മിസ്റ്റേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. ദയവായി സഹകരിക്കുക. പേയ്മെൻറ്റ് റീഫണ്ട് വന്നവർ അത് തിരിച്ച് നമുക്ക് തന്നെ ഇട്ട് തരിക. കാര്യം പ്രോഡക്റ്റ് കിട്ടിയിട്ടുള്ളവർ കേട്ടോ, കിട്ടാത്തവർ ചെയ്യേണ്ടതില്ല. പ്രോഡക്റ്റ് കിട്ടിയിട്ടുള്ളവർ. പിന്നെ പ്രോഡക്റ്റ് കിട്ടാത്തവർ നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആയതിൻ്റെ റെസിപ്റ്റ് അയച്ചു തരാം കേട്ടോ.
അതുകൊണ്ടാണ് വെബ്സൈറ്റിൽ ബുക്ക് ചെയ്തവർക്ക് കിട്ടാത്തത്. വെബ്സൈറ്റിൽ ഇനി ഞാൻ പറയാതെ ബുക്ക് ചെയ്യേണ്ട കാര്യം, വെബ്സൈറ്റിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എറർ വന്നതുകൊണ്ട് ഞാനത് വെബ്സൈറ്റിൻ്റെ ചെയ്യുന്നവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരത് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ വെബ്സൈറ്റിൽ തൽക്കാലം ബുക്ക് ചെയ്യേണ്ട. എന്തും ഒരു പ്രോഡക്റ്റും ബുക്ക് ചെയ്യേണ്ട. ബുക്ക് ചെയ്താൽ റീഫണ്ട് വരും. നിങ്ങളിപ്പോൾ ബുക്ക് ചെയ്താലും ഇപ്പോൾ ബുക്ക് ചെയ്താലും അരമണിക്കൂർ 1 മണിക്കൂർ ആ സമയത്തിനകത്ത് അത് റീഫണ്ട് കയറും. അപ്പോൾ പിന്നെ അതിൽ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് പറയണത്. വെറുതെ ഒരു പാഴ്വേലയായിപ്പോവും, സമയനഷ്ടവുമാണ്, പിന്നെ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടും. അപ്പോൾ അതുകൊണ്ട് വെബ്സൈറ്റിൽ ചെയ്യേണ്ട, വാട്സപ്പിൽ മാത്രം ബുക്ക് ചെയ്യുക. സ്ക്രീനിൽ ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട്, ഇതിനകത്ത് ബുക്ക് ചെയ്തോളൂ. വെബ്സൈറ്റിൽ ഇനി ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി. കാര്യം അവർ കണ്ടുപിടിക്കട്ടെ എന്താണ് ആ മിസ്റ്റേക്ക് എന്നുള്ളത്. അയക്കുന്ന ആൾക്ക് തന്നെ ഫണ്ട് തിരിച്ചു പോകുന്നത് എന്ത് മാജിക് ആണെന്നുള്ളത് അവർ കണ്ടുപിടിക്കട്ടെ. അതിന് ശേഷം മാത്രം വെബ്സൈറ്റിൽ ബുക്ക് ചെയ്താൽ മതി. തൽക്കാലം നിങ്ങൾ വാട്സാപ്പിൽ മാത്രം ബുക്ക് ചെയ്യുക. നല്ല തിരക്കാണ് വാട്സാപ്പിൽ, അതുകൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിപ്ലൈ പ്രതീക്ഷിക്കരുത്. കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് എത്ര സമയം എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. കാര്യം ഓരോ പ്രോഡക്റ്റും നമ്മൾ മാർക്കറ്റിൽ ഞാനിപ്പോൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് എത്ര ആളുകൾ വന്ന് വാച്ച് ചെയ്യുന്നു, എത്ര ആളുകൾ അത് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമുക്ക് വാട്സപ്പിലെ തിരക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയാനൊക്കത്തില്ല. പിന്നെ നമ്മുടെ റെഗുലർ പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന ആളുകളും ഉണ്ടല്ലോ അതിനകത്ത്. പിന്നെ സ്ഥിരമായിട്ട് ഈ 4-5 വർഷമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായിട്ട് വന്ന് ചേരുന്ന ആളുകളൊക്കെ ആയിട്ട് അതിനകത്ത് ഭയങ്കര ബഹളമാണ്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. പിന്നെ ഈ വീഡിയോ മുഴുവൻ കാണണം. എൻക്വയറീസ്, ഡൗട്ട്സ്, നിങ്ങളുടെ അസുഖങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ്, പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ ഇവിടെ കമൻറ്റ് ബോക്സ് ഉണ്ട് ഇതിന് താഴെ. ഇവിടെ എഴുതി ചോദിക്കുക. നിങ്ങൾ അവിടെ എഴുതുന്നതും ഇവിടെ എഴുതുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അവിടെ എഴുതി കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാഫാണ് അത് ബുക്ക് ചെയ്യുന്നത്. എൻ്റെ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് 18-19 വയസ്സുള്ള പാർട്ട് ടൈം ആയിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന കുഞ്ഞു പിള്ളേരാണ്. നിങ്ങൾക്ക് അതിനകത്ത് പേര് വരും, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. 2-3 പിള്ളേരുണ്ട്, അവരാണ് വർക്ക് ചെയ്യുന്നത്. അവർ ബുക്കിംഗ് എടുക്കുക, അതായത് നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്ന പ്രോഡക്റ്റിൻ്റെ വില തന്ന് നിങ്ങളുടെ പേയ്മെൻറ്റ് റെസിപ്റ്റ് വാങ്ങിച്ച് നിങ്ങൾക്ക് ബുക്കിംഗ് കൺഫർമേഷൻ തരിക എന്നുള്ളതാണ് അവരുടെ ജോലി. അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ബ്യൂട്ടി ടിപ്സും ഹെയർ കെയർ ടിപ്സും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയില്ല ഉത്തരം തരാൻ കേട്ടോ. പിന്നെ കുറേ പേര് എൻ്റെ നമ്പറാന്ന് വെച്ചിട്ട് വോയിസ് അയച്ച് 4-5 മിനിറ്റുള്ള വോയിസൊക്കെ അയക്കുന്നുണ്ട്. എൻ്റെ നമ്പറല്ല, അത് കമ്പനി നമ്പറാണ്. എൻ്റെ നമ്പർ എവിടെയും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഞാൻ അതേ വീട്ടിലാണ് ഇരിക്കുന്നത്. എനിക്ക് നല്ല തിരക്കാണ്, ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തിരക്കാണ്. അല്ലെങ്കിലും ഞാൻ വീട്ടിലാണ്. ഞാനിപ്പോൾ ഗോഡൗണിലേക്കൊക്കെ പോയിട്ട് തന്നെ കുറച്ച് ദിവസമായി. കാര്യം ഇവിടെ ഇപ്പോൾ പാക്കിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ ചെയ്യാൻ ആളുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാനാണെന്ന് കരുതിയിട്ട് ദയവ് ചെയ്ത് അവരോട് സംസാരിക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇതേ കമൻറ്റ് ബോക്സ് വിശാലമായി കിടപ്പുണ്ട്, എത്ര വേണമെങ്കിലും എഴുതി നിറയ്ക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി തെറി വിളിക്കാനാണെങ്കിൽ ഇവിടെ എഴുതി വെച്ചോ. അത് വാട്സാപ്പിലേക്ക് കഷ്ടപ്പെട്ട് ഓടേണ്ടതില്ല. പിന്നെ കുറേ പേർക്ക് അളവ് തൂക്ക വില വിവരങ്ങളാണ് അറിയേണ്ടത്. അത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കിയാൽ അളവ് തൂക്ക വില വിവരങ്ങൾ കിട്ടും. പക്ഷെ അവിടെ ബുക്ക് ചെയ്യേണ്ടെന്നേ ഉള്ളൂ. സാധനങ്ങളൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കാറ്റഗറൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് പ്രത്യേകിച്ചും ഓരോരോ അളവിന് ഇത്ര പ്രൈസ് എന്ന് പ്രത്യേകിച്ച് അതിനകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ജസ്റ്റ് നോക്കിക്കോളൂ. നോക്കുന്നതിന് കാശ് ചിലവൊന്നുമില്ലല്ലോ, അതിനകത്ത് കയറി നോക്കിക്കോളൂ. ഓക്കെ, പക്ഷെ അതിനകത്ത് പേയ്മെൻറ്റ് ഇട്ട് ബുക്ക് ചെയ്യണ്ട, കാര്യം റീഫണ്ട് വരും, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഓരോന്ന് സ്പെസിഫൈ ചെയ്തിട്ട് 50 ഗ്രാം ഇത്ര, 100 ഗ്രാം ഇത്ര, 200 ഗ്രാം ഇത്ര അങ്ങനെ സ്പെസിഫൈ ചെയ്ത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ വെബ്സൈറ്റ് നോക്കി കണ്ട് മനസ്സിലാക്കിക്കോളൂ. ബുക്ക് ചെയ്യേണ്ടതില്ല. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ബുക്ക് ചെയ്താലും മതി. അതായത് ഇത്ര അളവാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് കേട്ടോ. വെബ്സൈറ്റിൽ എന്തായാലും ഈ സാധനം ഇട്ടിട്ടില്ല. ഈ സാധനം വെബ്സൈറ്റിലില്ല. 50 ഗ്രാം മുതലാണ് വെബ്സൈറ്റിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് മുതലുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലുള്ള അളവ് മുതൽ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഒരാൾക്ക് എത്ര വേണമെങ്കിലും വാങ്ങിക്കാം, ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടെ ഈ അവസരത്തിൽ പറയുകയാണ്. പേയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ബുക്കിംഗ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എത്തുന്നത് വരെയുള്ള എല്ലാ പ്രൊസീജിയറും ചെയ്ത് കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ടക്കുന്ന് പോകും. പിന്നെ അവരെ മഷിയിട്ട് നോക്കിയാൽ കാണില്ല. അതെന്ത് മാജിക്കാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നീട് ചെയ്യാന്നോർത്ത് ഓടുന്നതാണോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാന്നോർത്ത് ഓടുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുവരെ ലൈവായിരിക്കും. ഇപ്പം നമ്മളോട് സ്ഥലം പറയും, ആവശ്യമുള്ള പ്രോഡക്റ്റ് പറയും, ഇവിടെ നിന്ന് എൻ്റെ കൊച്ചു പിള്ളേരെ അതിന് പ്രൈസ് കൊടുക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും, അതിൻ്റെയും ഡീറ്റെയിൽസ് കൊടുക്കും, ഡെലിവറി ഡീറ്റെയിൽസ് ചോദിക്കും, അത് കൊടുക്കും, പിന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ചോദിക്കും, അത് കൊടുക്കും. എല്ലാം കയ്യിൽ കിട്ടി അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ
ടക്കുന്നോടും. അതുവരെ അവർ ലൈവായിരിക്കും. പിന്നെ അവരെ മഷിയിട്ട് നോക്കിയാൽ കാണില്ല. എത്ര മെസ്സേജ് അയച്ചാലും റെസ്പോണ്ട് ചെയ്യില്ല, റീമൈൻഡർ കൊടുത്താൽ റെസ്പോണ്ട് ചെയ്യില്ല, പേയ്മെൻറ്റ് ചെയ്യത്തുമില്ല. എന്തിനാണ് നിങ്ങൾ സമയം കളയുന്നത്? ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബുക്കിംഗ് നമ്പർ യൂസ് ചെയ്യൂ. കാര്യം ഒരുപാട് പേര് ക്യൂ നിൽക്കുന്ന നമ്പറാണ്. അപ്പം നിങ്ങൾ ആവശ്യമില്ലാത്തവരും വന്നിട്ട് ഇതുപോലെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും കൂടിയുള്ള ടൈമാണ് പോകുന്നത്. മനസ്സിലായി? മറ്റുള്ളവരപ്പോൾ ക്യൂവിൽ ഇങ്ങനെ ഇരിക്കുമോ, എൻ്റെ മെസ്സേജ് ഇപ്പോൾ നോക്കുകയായിരിക്കും എന്ന് ഓർത്തിട്ട്. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ ടൈം വേസ്റ്റ് ചെയ്യാനായിട്ടും വെറുതെ ചാറ്റ് ചെയ്യാനായിട്ടും വരുന്നവർ ചിലർ ഞാനാന്ന് കരുതി വരുന്നതാണ്. പിന്നെ ഞാനല്ലാന്ന് കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതെന്ന് ഓർത്തിട്ട് കുറേ അതും ഇതൊക്കെ പറഞ്ഞിട്ട് പോകും. അതിനൊന്നും ഈ നമ്പർ യൂസ് ചെയ്യരുത്. ഇതൊരു ബിസിനസ് നമ്പറാണ്. ഇത് ഭയങ്കര തിരക്കുള്ള നമ്പറാണ്. അത് ടിപ്സ് പറയാനും ഹെൽത്ത് പ്രോബ്ലംസ് പറയാനും വെച്ചിരിക്കുന്ന നമ്പറല്ല. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും വില ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വെബ്സൈറ്റിലും കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വില ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഇനി ബുക്കിംഗ് നമ്പറിലോട്ട് ഓടേണ്ട. നിങ്ങൾ വിലയൊക്കെ ഇവിടെ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആണ്, എനിക്കിത് വാങ്ങാൻ പറ്റും, ഞാനിത് വാങ്ങി യൂസ് ചെയ്യട്ടെ എന്നുള്ളവർ മാത്രം ബുക്കിംഗ് നമ്പർ യൂസ് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ സെയിം പാക്കേജ് ഒന്നുകൂടെ പറയുകയാണ്, ഈ സെയിം പാക്കേജ് മഞ്ചിഷ്ട ഫേസ് ക്രീം 350 രൂപയ്ക്ക് ഇൻ കേരള ആണ്. ഷിപ്പിംഗ് ഫ്രീ ആണ്. ഔട്ട് ഓഫ് കേരള ഉള്ളവർ മാത്രം എക്സ്ട്രാ ഇതിൻ്റെ കൂടെ 350+ കൊറിയർ ചാർജ് അടച്ചിട്ട് കൈപ്പറ്റുക. ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും കൈപ്പറ്റാവുന്നതാണ്. ഔട്ട് ഓഫ് കേരള ഉള്ളവർക്ക് കൊറിയർ ചാർജ് ആസ് പെർ ദ വെയിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ 10 ബോട്ടിലൊക്കെ എടുക്കുന്നവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് മാത്രം കൊറിയർ ചാർജ് എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. പിന്നെ 50, 100 ഒക്കെ ബുക്ക് ചെയ്യുന്നവരുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്യും കേട്ടോ, റീസെല്ലിങ്ങിനാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. കാര്യം കഴിഞ്ഞ ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു, 200 ബോട്ടിലൊക്കെ ചോദിച്ചവരുണ്ട്. അപ്പോൾ അത് മിക്കവാറും റീസെല്ലിങ്ങിനായിരിക്കും, അത് നമ്മൾ കൊടുക്കുന്നില്ല, നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ മാത്രം സെല്ല് ചെയ്യുന്നുള്ളൂ. അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യും. പിന്നെ പണിയാവും നിങ്ങൾക്ക്. അതുകൊണ്ട് അത് ചെയ്യണ്ട. കാര്യം എൻ്റെ ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ഓർക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഇതുപോലെ പിന്നെ ഫേസിൽ ഇതുപോലെ പ്രശ്നങ്ങളുള്ളവർ, ഹൈപ്പർ പിഗ്മെൻറ്റഡ്, അണ്ടർ ഐ സർക്കിൾസ്, നെക്ക് ലൈൻസ്, ഫൈൻ ലൈൻസ്, മറ്റേ ആക്നെ സ്കാർസ്, മെലാസ്മ, ഇങ്ങനെ എന്ത് പ്രോബ്ലംസും ഉള്ളവരും, പിമ്പിൾസ്, ഇങ്ങനെ എന്ത് പ്രോബ്ലംസും ഉള്ളവരും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾക്കല്ല, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾസിലോ റിലേറ്റീവ്സിലോ ആർക്കെങ്കിലും ഇതുപോലെ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ, ഇതിന് മുമ്പത്തെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ആപ്ലിക്കേഷൻ വീഡിയോ ഉണ്ട്, ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ചിലർ യൂസേജ് ചോദിക്കാൻ മാത്രമായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. യൂസേജ് മെൻഷൻഡ് ഓൺ ദ ബോട്ടിൽ ആൻഡ് ഓൾസോ ഇൻ ദ ചാനൽ. എത്രയോ വീഡിയോസ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും, ഞാൻ ലാഗ് ചെയ്യുന്നില്ല, അടുത്തൊരു കിടിലൻ കിടക്കാച്ചി വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.